ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ നമുക്ക് ഒരു വലിയൊരു കോമൻറ്റ്, ആ ഒരു ചേച്ചിയോ ചേട്ടനോ ആരാവട്ടെ, ഫേക്ക് എനിക്ക് കണ്ടിട്ടൊരു കോമഡിയായി. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് എൻ്റെ ഒരു റിയാക്ഷൻ എന്താ, ഞാൻ ഫസ്റ്റ് ടൈമാണ് വായിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് പാവം തോന്നി, ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് കുറേ അടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താ ആ പുള്ളി കൊടുത്തതെന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ ലൈഫ് മൊത്തത്തിൽ പൊട്ടത്തരമാണ്. ലൈഫ് എങ്ങനെ പൊട്ടത്തരമാവുന്നത്? മേ ബി ഓരോ ലൈഫ് ഓൾക്ക് പൊട്ടത്തരമായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അതാണ് മറ്റുള്ളവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എനിവേയ്സ്, ഇൻഷാ അല്ലാ ഒരു ദിവസം രാവിലെ തഹജ്ജുദിന് എണീച്ച് ദുആ ചെയ്യ്. നിങ്ങൾ എത്ര കാലവും ചെയ്തത് തെറ്റായി പോയി, അല്ല പുറത്തു തരണേ, മനസ്സ് നന്നാക്കി ജീവിക്കാൻ കഴിയണേ എന്ന് കാണുന്ന എനിക്ക് നിങ്ങളെ ഇഷ്ടം കൊണ്ട് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങൾ ഒരു ക്രൈമോ ഞങ്ങൾ എന്താ പറയുക വേറെ ഡ്രഗ്സോ കാര്യങ്ങളോ ഒന്നിലും ഞങ്ങൾ ഇതായിട്ടുമില്ല, ഒന്നും അതങ്ങനത്തെ ചെയ്യാൻ പോയിട്ടുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് ക്രൈം എന്ത് കുറ്റമാണ് ഇവിടെ ചെയ്തത്? ഇവിടെ എന്താ കുറ്റമായിട്ട് വന്നത്? എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഞാൻ ജീവിക്കുന്നതാണോ കുറ്റം? അതോ എനിക്കിഷ്ടപ്പെട്ട ആളെ കൂടെ എൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാണോ കുറ്റം? എനിക്കതൊരിക്കലും ഒരു കുറ്റമായിട്ട് തോന്നിയില്ല. അതിനിപ്പോൾ ഏത് കാലം ഞാൻ വയസ്സായിട്ട് തഹജ്ജുദ് നിസ്കരിച്ചാലും എനിക്ക് സെയിം തിങ് തന്നെയാണ് എൻ്റെ മൈൻഡിൽ റൺ ചെയ്യുക. സോ അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുന്നു താത്ത ഓർ കാക്ക. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയേ, ആദ്യം തട്ടവും ഇട്ട് അച്ചടക്കത്തിലൊക്കെ ജീവിച്ച നിങ്ങൾ ഇപ്പോൾ എന്ത് ജീവിതത്തിലാണ് ഉള്ളേ? എന്ത് ജീവിതമാണ്? ഞങ്ങൾക്ക് ഞങ്ങളെ ജീവിതത്തിനെ പറ്റി പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഡ്രസ്സ് മാറി, അതുപോലെ തന്നെ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സിങ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം തോന്നി, ഞങ്ങൾ ചേഞ്ച് ആക്കി. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ബാക്ക് ടു തട്ടിടണം തോന്നി, ഞങ്ങൾ തട്ടിടും. തട്ടിടണ്ടെന്ന് തോന്നി ഞങ്ങൾ തട്ടിടില്ല. ഇറ്റ് സോൺലി ഡിപ്പെൻഡ് ഓൺ അസ് ബോത്ത്. ഓക്കെ, പിന്നെ പറയുമ്പോൾ ഇത് കുറച്ച് എപ്പിസോഡ്സ് ആയിട്ട് പോട്ടോ, സോറി ഗൈസ്. പറയുമ്പോൾ നിങ്ങൾക്ക് പുച്ഛമായിരിക്കും, എന്നാലും പറയണമെന്ന് തോന്നി. എനിക്ക് വായിക്കണമെന്നും തോന്നി, കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടതല്ലേ. ഞാൻ വായിച്ചില്ലെങ്കിൽ നിങ്ങൾ അധ്വാനം. ഓക്കെ, ഒരൊറ്റ കാര്യം ചെയ്യോ, നല്ല മക്കളല്ലേ, മനസ്സുകൊണ്ട്, ഞാനിപ്പോൾ നിലവിളിക്ക് വിടാം, മനസ്സുകൊണ്ട് അല്ലാ 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 എന്ന് വിളിക്കി, മാറ്റം വരും ഉറപ്പാ. അല്ലാ 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 അല്ലാ. ഞാൻ തന്നെയാണ്, ഞാൻ മാറിയിട്ടില്ല. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് ചില എന്താ പറയുക വിശ്വാസം ഓവറായാലും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കും പ്ലീസ്. എന്നെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്കിപ്പോൾ തോന്നുക. എന്നെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. നമ്മളൊരു ഇപ്പം എന്തെങ്കിലും മണ്ടത്തരം ചെയ്താൽ നമ്മൾ കറക്റ്റ് ചെയ്യും. വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ എടുക്കണ്ട, അങ്ങനെ മണ്ടത്തരങ്ങൾ ചാർത്തുക. കാരണം ശൈത്താൻ്റെ വലയങ്ങളിലാണ് നിങ്ങളുള്ളത്. നമ്മളവിടെ പട്ടിട്ട് മാത്രമേ ഉള്ളൂ, ശൈത്താനൊന്നും ഇപ്പം ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ശൈത്താനൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ശൈത്താനൊന്നുമില്ല. ഈ കാക്ക ഓർ താത്തൻ്റെ കാര്യം. ഓക്കെ, എത്ര കാലവും ചെയ്തതൊക്കെ അള്ള പൊറുക്കും. എനിക്കറിയാം, ഐ ആം ഓൾസോ എ മുസ്ലിം. ഐ നോ ദാറ്റ് അള്ള പുറത്തു തരും. ഞാനിപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തു തരും. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ നിങ്ങൾ മുസ്ലിം ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിലേക്കുള്ളത് എൻ്റെ അടുത്തേക്ക് വരുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീതം വെച്ച് തരുമെന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പഴയ ലൈഫ് വന്നാൽ ആ ടാറ്റു ഒക്കെ ഒന്ന് മാറ്റി നല്ല കുട്ടികളാവ്. ടാറ്റു ഇട്ടാൽ ഓക്കെ, ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, ടാറ്റു ഇട്ട എല്ലാവരും ഭയങ്കര മോശമായിട്ടുള്ള ആൾക്കാരാണ്, ഇൻക്ലൂഡിങ് മീ ആൻഡ് മൈ പാർട്ട്ണർ. ഓക്കെ, അങ്ങനെയാണ് ഈ സ്ത്രീയോ കാക്കയോ പറയുന്നത്. ശൈത്താൻ നിങ്ങളെ മനസ്സ് മാറ്റുന്നതാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാന്ന്, അയ്യോ ഒരിക്കലും തെറ്റായി തോന്നിയില്ല. ഇത് ഫുൾ മണ്ടത്തരമാണ്, തെറ്റല്ല. ശൈത്താൻ മനസ്സ് മാറ്റി. ഓ, നമ്മളെ മൊഞ്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ താത്ത. വെയിറ്റ്, ഞാനിപ്പോൾ വരാം. എന്തായാലും ഈ താത്തനെ എനിക്ക് ഡിസപ്പോയിൻ്റ് ചെയ്ത് വിടാൻ എനിക്ക് വലിയ താല്പര്യമല്ല. കാരണം പാവം കുണ്ണുപാവൻ ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിലവിളിക്കും. ഓക്കെ,
എൻ്റെ മൊഞ്ചൊക്കെ അത് കണ്ടെത്താത്തയല്ലേ. ഓക്കെ. അപ്പോൾ എന്നെ കണ്ടൊരാൾ ഞെട്ടി, എൻ്റെ മൊഞ്ച് കണ്ടൊരാൾ ഞെട്ടി. അപ്പം എന്ത് മൊഞ്ചത്തികളാ രണ്ടാളും. സാധാരണ എന്നെ മാത്രമേ എല്ലാവരും പറയലുള്ളൂ. എൻ്റെ പാർട്ട്ണറിനെയും കൂടി പറഞ്ഞ് നിങ്ങൾക്ക് താത്ത 1000 നന്ദി. പിന്നെന്താ ഉള്ളത്, നിങ്ങൾ മനസ്സ് മാറ്റുന്നത് ഇപ്പോൾ എന്ത് ഇത് കാണുമ്പോഴും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് തെറ്റാണെന്ന്. അപ്പം ഇവർക്ക് തോന്നുന്നുണ്ട് ഇവർ തെറ്റാണ് പറയുന്നത്, തെറ്റാണ് ഛർദ്ദിക്കുന്നത് തോന്നിപ്പിക്കും. അത് ഷെയ്ത്താനാണ്. ഷെയ്ത്താൻ്റെ വിളയാട്ടമാണ്. ഉമ്മ ഉപ്പ ഇവർ ചെയ്തത് ശരി. നമ്മൾ കാണുന്ന ഈ ദുനിയാവൊന്നും അല്ല, ലോകം വേറെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇവർ പറഞ്ഞതാ. അപ്പം ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ലോകം മാത്രമല്ല ഇതുപോലെ തന്നെ വേറൊരു ലോകവും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, പുതിയൊരു ഇൻഫോർമേഷൻ പ്രകാരം ഈ എർത്തിൻ്റെ പോലെ തന്നെ വേറൊരു എർത്തുമുണ്ട്. താത്ത സ്വപ്നം കണ്ടിരിക്കുന്നു തോന്നുന്നുണ്ട്. ഉമ്മയുപ്പയൊക്കെ ചെയ്തത് ശരിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മയുപ്പയും ചെയ്തത് എങ്ങനെയാണ് ശരിയാവുക? ഉമ്മയുപ്പയും ലൈക്ക് അവർ ഇഫ് എന്നെ ഈ ലോകത്ത് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ കൊല്ലാമെന്നാണോ? ഞാനൊരാളെ സ്നേഹിച്ചതിന് അവർക്ക് എന്നെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഞാനൊരു ഇൻഡിവിജ്വൽ അല്ലേ, അല്ലാണ്ട് അവരെ അടിമയൊന്നല്ലല്ലോ. അപ്പോൾ അവർക്ക് എന്നെ കൂടോത്രം ചെയ്ത് ഇല്ലാണ്ടാക്കാമെന്നാണോ? അതോ അവർക്ക് എന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് എന്നെ പൂട്ടിയിടാം എന്നാണോ? അങ്ങനെയൊന്നും നടക്കില്ല. ഓക്കെ, അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. രണ്ടാളെയും നല്ല ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾ ഒന്ന് മാറാനുണ്ട്. ഉസ്താദിൻ്റെ ചികിത്സകൾ കൊണ്ടുപോയത് ശരിയാണെന്നാണ് ഈ താത്തയോ കാക്കയോ പറയുന്നത്. ശരി, ഞാൻ മാറിയല്ലോ. ഇപ്പം നല്ല മാറ്റമില്ലേ? മാറ്റമുണ്ടെന്ന് തോന്നുന്നത്. ഓക്കെ, ഏതായാലും നല്ല മാറ്റങ്ങൾ ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. ആ മാറ്റം പോരെ? ആ മാറ്റം കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുറച്ചുകൂടി മാറിയ ഞങ്ങൾ ഇനി എന്താക്കും? എന്താ വെച്ചാൽ, ഉസ്താദിൻ്റെ ചികിത്സ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഉമ്മ ഉപ്പ അവർ നിങ്ങളെ നമുക്ക് വേണ്ടി ചെയ്തതാ. ശരിയാ, നമ്മൾ വഴി വെച്ചിരിക്കുമ്പോ ആ വഴി നേരാക്കാൻ വേണ്ടിട്ടാ. അതായത് നമുക്ക് നല്ലതിന് വേണ്ടി ചെയ്തതാണെന്നാണ് ഇവർ പറയുന്നത്. ശരിയാണ്. ഞാൻ ഒരാളെ സ്നേഹിച്ചതിന് എന്നെ കൊണ്ടുപോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക, കൂടോത്രം ചെയ്യുക, അതുപോലെ തന്നെ എന്നെ കൊല്ലാൻ നോക്കുക, അതൊക്കെയാണ് ഒരു പാരൻസ് ചെയ്യേണ്ടത്. ഇത് ഏത് തള്ളേന്നത്? അവര് ആദ്യം എടുത്ത് കിണറ്റിലിറണല്ലോ ഈ സാധനത്തിന്. അതാണോ പാരൻസ് ചെയ്യേണ്ടത്? നിങ്ങൾ എന്നെ ഒന്ന് പറയും. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക്, അങ്ങനെ ചെയ്യോ? അല്ല, ഞങ്ങളെ ഇഷ്ടമെന്നൊക്കെ പറയുന്നു, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യോ? അങ്ങനെ ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഒരാളെ ഇഷ്ടമാണെങ്കിൽ അതൊരിക്കലും ഒരു ക്രൈമൊന്നും അല്ലല്ലോ. ഇഷ്ടപ്പെടട്ടെ, ജീവിക്കട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് എന്താ പറയുന്നത്, അതാണ് ഇത്രയും വലിയൊരു കമൻറ്റിലൂടെ എക്സ്പ്രസ് ചെയ്ത് എനിക്ക് മനസ്സിലായി. കുറച്ച് ഫോൺസിന്റെ പൗഡർ ഇറക്കുമതി ചെയ്യണം. പിന്നെന്താ പറഞ്ഞതെന്നറിയോ, കുറേ ആൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ നമ്മൾക്ക് വേണ്ടത് പഠിച്ച റബ്ബിന്റെ തുണയാണ് മക്കളെ. തുണിയാണെന്നാ? തുണിയല്ല, പഠിച്ച ശരിയാണ്. പഠിച്ച റബ്ബിന്റെ തുണയും ആൻഡ് മൈ എഫേർട്ടും ഇല്ലാണ്ട് ഫാത്തിമ നൂറൊന്നും ഇവിടെ ചേർലിരിക്കൂല. ശരിയാണ്, ഞാൻ ഇവിടെ ഇരിക്കൂല. അത് ഞാൻ പറയുന്നു. ഞാനിന്നിവിടെ ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കൂല. ഞാൻ ഏതോ അടുക്കളയിൽ എന്താ പറയുക, ശ്വാസം മുട്ടി അങ്ങനെ നിൽക്കേണ്ട ആള് ഇവിടെ നിന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കൂല. അതാണിപ്പോൾ ഉണ്ടായത്. അത് നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ പഠിച്ച റബ്ബിന്റെ തുണിയാണ് വേണ്ടത്. പഠിച്ച റബ്ബിന്റെ തുണ എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവും. ഞങ്ങൾ കൂടോത്രക്കാരല്ല. ഞങ്ങൾ ആരെയും കൊല്ലാൻ പോകുന്നില്ല, ഞങ്ങൾ ആരെയും ഉപദേശിക്കാൻ പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. എപ്പോഴും ഞങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ താത്തക്ക് സന്തോഷമായി തോന്നുന്നു. ഞാൻ ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും. يا نفس إلا
تجزعي وإلى موائد جود